മാർക്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ 10th ക്ലാസ്സിലെ പോളിനോമിയൽസ് ഒരു ബേസിക് പോളിനോമിയൽസിൻ്റെ ഒരു പ്രീവിയസ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അതിൽ പോളിനോമിയൽസിൻ്റെ ബേസിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ വെക്കേഷനിൽ നമ്മൾ നല്ല ഇതായിട്ട് എല്ലാം തിയറിയും പഠിച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിച്ചാൽ സ്കൂൾ തുറന്ന് ചെല്ലുമ്പോഴത്തേന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. പോളിനോമിയൽസ് അതിൻ്റെ കണ്ടിന്യൂഷൻ. Given that 2 is a zero of the polynomial fx equal to x square minus 3 into a minus 1 into x equal minus 1. fxൻ്റെ വില x square minus 3 into a minus 1 into x minus 1. അതായത് 2 0 ആയതുകൊണ്ട് f2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. f2 എന്ന് പറയുന്നത് x ഉള്ളിടത്തെല്ലാം 2 വാല്യൂ കൊടുത്താൽ മതി. x ഉള്ളിടത്ത് 2 കൊടുക്കുക. a into 2 square minus 3 into a minus 1 into 2 minus 1. That is equal to a into 2 square means 4 into a into 4 minus 3 into 2 അപ്പോൾ അവിടെ എന്ത് വരും 6 into a minus 1 minus 1 equal to 4a. ഈ -6 വെച്ച് ഇതിനെ 2നെ ഇൻറ്റു ചെയ്യണം. -6 വെച്ച് എ ഇൻറ്റു ചെയ്യണം, -6 വെച്ച് മൈനസ് ബ്രാക്കറ്റിനുള്ളിലോട്ട് കയറ്റി ഇൻറ്റു ചെയ്യുക. -6 എയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ -6a, -6 -1 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ +6 -1. ദാറ്റ്സ് ഈക്വൽ ടു 4a - 6a. അതായത് ലൈറ്റ് ടേംസ് ആദ്യം ചെയ്യുക. ഇത് രണ്ട് എയുടെ ടേംസ് ഇത് രണ്ടുമാണ്. 4a - 6a രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ വേരിയബിൾ എ ആണ്. ലൈറ്റ് ടേംസ് എ ഉള്ള ടേംസ് എടുക്കുക. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. അതായത് 6ൽ നിന്ന് 4 പോകെ 2. വലിയ സംഖ്യ ഇവിടെ 6 ആണ്. 6ൻ്റെ ചിഹ്നം -2a പ്ലസ് 6 - 1 എന്ന് പറഞ്ഞാൽ 5. ഇവിടെ f(2) ഈക്വൽ ടു 0. 2 ഈ പോളിനോമിയലിൻ്റെ 0 ആണെന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് f(2) ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് -2a + 5 ഈക്വൽ ടു 0. എയുടെ ടേം ഇവിടെ ഇട്ടിട്ട് മറ്റേ ടേം അങ്ങ് അപ്പുറം കൊണ്ടുപോകാം. -2a ഈക്വൽ ടു 0 - 5. അതായത് -2a ഈക്വൽ ടു -5. a ഈക്വൽ ടു -5/-2. അതായത് 5/2 കിട്ടും. നമുക്കിവിടെ എയുടെ വാല്യൂ കിട്ടി. ഇത് ഒരിക്കൽ കൂടെ പറയാം. Given that 2 is a zero of the polynomial fx equal to x square minus 3 into a minus 1 into x minus 1, then find the value of a. എയുടെ വില കണ്ടുപിടിക്കാനാണ്. Here given that 2 is a zero of the polynomial fx, therefore f(2) is 0. Given that f(2) is 0, f(2)ൻ്റെ വില കണ്ടുപിടിക്കുക. അതായത് x ഉള്ളിടത്തല്ല, x എന്ന വേരിയബിളിലുള്ള ഒരു പോളിനോമിയലാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. x ഉള്ളിടത്തല്ല നമുക്ക് 2 ഇട്ട് കൊടുത്താൽ മതി. f(2) കണ്ടുപിടിക്കുക. a into 2 square minus 3 into a minus 1 into x, xൻ്റെ അടുത്ത് 2 -1. 4a, a into 2 square, a into 4a minus 3 into 2 എത്ര വരും 6. ബ്രാക്കറ്റിന് വെളിയിലുള്ളത് ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക. 6 into a minus 1 -1. ദാറ്റ്സ് ഈക്വൽ ടു 4a. ഈ -6 ഇതിനകത്തോട്ട് കയറ്റി കുണിക്കുക. -6a കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ -6a. -6ഉം -1ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ +6. ഇവിടെ ഒരു -1 ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇവിടെ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളെ ലൈറ്റ് ടേംസ് ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്യാം. 4a - 6a രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. 6ൽ നിന്ന് 4 കുറയ്ക്കുക. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. 6a എന്ന് 4a പോയാൽ 2a. 6ൽ നിന്ന് 4 പോകാൻ 2. വലിയ സംഖ്യ 6. 6ൻ്റെ ചിഹ്നം -2a + 5. -2a + 5. f(2) 0 ആണ്. കാരണം 2 is a zero of this polynomial fx. Therefore, -2a + 5 equal to 0. -2a equal to 0. ഈ +5 റൈറ്റ് സൈഡിൽ ഈക്വൽ സൈഡിൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ -5 ആണ്. -2a equal to -5. Therefore, a equal to -5 divided by -2. That is 5/2. നമുക്ക് എയുടെ വില കിട്ടി. ഇവിടെ 2 is a zero of this second degree polynomial. Then find the value of a.
എന്തായാലും ചോദ്യം നമുക്ക് ഇവിടെ എയുടെ വില കിട്ടി. ഇതേ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ ഇതേപോലെ ചെയ്താൽ മതി. അതിൻ്റെ 0 ആണെന്ന് പറഞ്ഞാൽ എക്സ് ഏതാ വേരിയബിൾ ഏതാണോ, ക്യൂവിലാണോ എക്സിലാണോ വൈയിലാണോ ഏതിലാണോ പോളിനോമിയൽ, അതിനനുസരിച്ച് ആ വാല്യൂ കൊടുത്താൽ മതി. എഫ് ഓഫ് ക്യൂ ഈക്വൽ ടു 0 എന്നത് ക്യൂവിലുള്ള പോളിനോമിയലാണ്. ക്യൂ എന്നുള്ളതിന് തന്നിരിക്കുന്ന 0, ഇപ്പോൾ 2 ആണോ 3 ആണോ ഏതാ 0 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. If 3 is a 0 of the polynomial 2x² plus x plus k, find the value of k. അതായത് കെയുടെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, f3 ഈക്വൽ ടു 0. അതായത് എക്സ് എന്ന വേരിയബിളിലുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണിത്. അതായത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ, ഈ വേരിയബിൾ ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ 2. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. എഫ് ഓഫ് 3 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 0. f3യുടെ വില കണ്ടുപിടിക്കുന്നു. 2 × x², എക്സ് ഉള്ളിടത്തെല്ലാം 3 കൊടുക്കുക. 3² പ്ലസ് എക്സിൻ്റെ അവിടെ 3 പ്ലസ് k, ദാറ്റ്സ് ഈക്വൽ ടു 2 × 3² എന്ന് പറഞ്ഞാൽ 2 × 9 പ്ലസ് 3 പ്ലസ് k, ദാറ്റ് ഈസ് 2 × 9 ഇൻറ്റു ഒന്ന് ചെയ്യണം. 2 × 9 അതായത് ബോട്ട്മാസ് നിയമം, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ആ നിയമം. ഇവിടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേഷൻ ആദ്യം ചെയ്യുക. ഇവിടെ ഡിവിഷനൊന്നുമില്ല, ഡിവിഷനും ബ്രാക്കറ്റും ഒന്നുമില്ല. 2 × 9 18, 18 പ്ലസ് 3 പ്ലസ് k, ദാറ്റ് ഈസ് 21 പ്ലസ് k. ഇവിടെ എഫ് ഓഫ് 3 നമുക്ക് 0 ആണ്, കാരണം 3 ഈ പോളിനോമിയലിൻ്റെ 0 ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 3 നമ്മൾ കണ്ടുപിടിച്ചു. 21 പ്ലസ് k ഈക്വൽ ടു 0, ദാറ്റ് ഈസ് k ഈക്വൽ ടു ഈ 21 ഈ പുറം വരുമ്പോൾ എന്ത് വരും, -21. കെയുടെ വാല്യൂ നമുക്ക് കിട്ടി -21. ഇവിടെ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അത് ആ പോളിനോമിയലിൻ്റെ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ഒരു പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആ വേരിയബിളിൻ്റെ അവിടെ എല്ലാം ആ 0 തന്നിരിക്കുന്ന വാല്യൂ കൊടുക്കും. എഫ് ഓഫ് 3 എക്സ് ഉള്ളിടത്തെല്ലാം 3 കൊടുക്കുക. എഫ് ഓഫ് 3 ഈക്വൽ ടു 2 × x², 3² പ്ലസ് എക്സിന് പകരം 3 കൊടുക്കുക. 3 പ്ലസ് k, ദാറ്റ് ഈസ് 2 × 9 പ്ലസ് 3 പ്ലസ് k. 2 × 9 എത്രയാണ്, 18 പ്ലസ് 3 പ്ലസ് k ഈക്വൽ ടു 21 പ്ലസ് k. 21 പ്ലസ് k. എഫ് ഓഫ് 3 0 ആണ്. 3 ഈസ് എ 0 ഓഫ് പോളിനോമിയൽ എഫ് എക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ f3 0 ആണ്. 21 പ്ലസ് k എന്ന് പറയുന്നത് 0 ആണ്. എഫ് ഓഫ് 3 0 ആയതുകൊണ്ട് k ഈക്വൽ ടു -21. കെയുടെ വില നമ്മൾ കണ്ടുപിടിച്ചു, -21. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് ഞാൻ ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടാൽ മനസ്സിലാകും. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നു. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. അതുപോലെ തരംതിരിക്കാനാണ് ഈ പറഞ്ഞേക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ്. ഇവിടെ ഫസ്റ്റ് പോളിനോമിയൽ ഏതാണ്, എഫ് പി എന്ന വേരിയബിളിലുള്ള പോളിനോമിയലാണ്. പിയുടെ ഹയസ്റ്റ് പവർ നോക്കിയാൽ മതി ഏത് പോളിനോമിയലാണെന്ന് അറിയാൻ. ഇവിടെ ഹയസ്റ്റ് പവർ ഏതാണ്, 2. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ എന്താ പറയുന്നത്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. കാരണം ഇവിടുത്തെ പി എന്ന വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ, മുകളിലുള്ള പവർ 2 ആണ് ഹയസ്റ്റ് പവർ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. ഇവിടെ രണ്ടാമത്തേത് പി വി ഈക്വൽ ടു √3v⁻⁴ -2/3v + 7. വി എന്ന വേരിയബിളിലുള്ള വേറൊരു പോളിനോമിയലാണ്. ഇതിവിടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് വി എന്ന വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഇവിടെ 4 ആണ്. ഫോർത്ത് പവർ ആയിട്ടുള്ള പോളിനോമിയലിനെ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ഫോർത്ത് ഡിഗ്രി ആയിട്ടുള്ള പോളിനോമിയലിനെ നമുക്ക് ബൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് പ്രീവിയസ് ക്ലാസ് എടുത്ത് നോക്കിയാലും മതി, അത് സെർച്ച് ചെയ്താൽ മതി. ശ്രീമാത്സിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ ഹയസ്റ്റ് പവർ ഇടാം. വി എന്ന പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ 4 ആണ്. ഏറ്റവും പവർ ഏറ്റവും കൂടിയത് അന്ന് നോക്കിയാൽ മതി, വേരിയബിളിൻ്റെ പവർ നോക്കിയാൽ മതി. ഇവിടെ ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽ. ഇവിടെ എക്സ് എന്ന വേരിയബിളിലുള്ള പോളിനോമിയലാണ്. ഇവിടെ ക്യു എക്സ് ഈക്വൽ ടു ക്യു എക്സ് ഇസ് എ പോളിനോമിയൽ.
ദ പവർ ഓഫ് ദാറ്റ് പോളിനോമിയൽ ഈസ് 3. 3 പവറായിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ക്യൂബിക് പോളിനോമിയൽസ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ പോളിനോമിയൽസിനെ തരംതിരിച്ചു. പവർ 3 ആയിട്ടുള്ള പോളിനോമിയൽ ഹയസ്റ്റ് പവർ ഓഫ് എക്സ്. ഇവിടെ എക്സ് ആണ് വേരിയബിൾ. വേരിയബിൾ ഏതാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന പോളിനോമിയലിലെ വേരിയബിൾ വി ആണ് വേരിയബിൾ. ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരേ സെയിം വാല്യൂ ആയിരിക്കും. √3 √3 തന്നെ, -2/3 -2/3 തന്നെ. വി എന്ന് പറയുന്ന വേരിയബിൾ വേരി ചെയ്യുന്നു. പല വാല്യൂസ് അതിന് വരാം. അതുകൊണ്ടാണ് വേരിയബിൾ എന്ന് പേര് വന്നത്. ഇവിടെ പി ആണ് വേരിയബിൾ. 3 - p² + √7p. 3ഉം -1ഉം √7ഉം എല്ലാം കോൺസ്റ്റൻസ് ആണ്. അതിന്റെ കൂടെയുള്ള വേരിയബിൾ പി ആണ്. പിയുടെ ഹയസ്റ്റ് പവർ നോക്കുക. പിയുടെ ഹയസ്റ്റ് പവർ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് ഞാൻ ഇതിന്റെ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ മനസ്സിലാകും. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നു. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. അതുപോലെ തരംതിരിക്കാനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ്. ഇവിടെ ഫസ്റ്റ് പോളിനോമിയൽ ഏതാണ്? എഫ് പി. പി എന്ന വേരിയബിളിലുള്ള പോളിനോമിയലാണ്. പിയുടെ ഹയസ്റ്റ് പവർ നോക്കിയാൽ മതി ഏത് പോളിനോമിയലാണെന്ന് അറിയാൻ. ഇവിടെ ഹയസ്റ്റ് പവർ ഏതാണ്? 2. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ എന്താ പറയുന്നത്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. കാരണം ഇവിടുത്തെ പി എന്ന വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ, മുകളിലുള്ള പവർ 2 ആണ് ഹയസ്റ്റ് പവർ. അതുകൊണ്ട് അതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. ഇവിടെ രണ്ടാമത്തേത് പി വി = √3 v⁴ -2/3v + 7. വി എന്ന വേരിയബിളിലുള്ള വേറൊരു പോളിനോമിയലാണ്. ഇതിവിടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് വി എന്ന വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ഇവിടെ 4 ആണ്. ഫോർത്ത് പവർ ആയിട്ടുള്ള പോളിനോമിയലിനെ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ഫോർത്ത് ഡിഗ്രി ആയിട്ടുള്ള പോളിനോമിയലിനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് പ്രീവിയസ് ക്ലാസ് എടുത്ത് നോക്കിയാലും മതി. അത് സെർച്ച് ചെയ്താൽ മതി. ശ്രീമാസിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ ഹയസ്റ്റ് പവർ ഇടാം. വി എന്ന പോളിനോമിയലിന്റെ ഹയസ്റ്റ് പവർ 4 ആണ്. ഏറ്റവും പവർ ഏറ്റവും കൂടിയ ഏതാന്ന് നോക്കിയാൽ മതി. വേരിയബിളിന്റെ പവർ നോക്കിയാൽ മതി. ഇവിടെ ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽ. ഇവിടെ എക്സ് എന്ന വേരിയബിളിലുള്ള പോളിനോമിയലാണ്. ഇവിടെ QX is a polynomial. The power of that polynomial is 3. 3 പവർ ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ക്യൂബിക് പോളിനോമിയൽസ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ പോളിനോമിയൽസിനെ തരംതിരിച്ചു. പവർ 3 ആയിട്ടുള്ള പോളിനോമിയൽ ഹയസ്റ്റ് പവർ ഓഫ് എക്സ്. ഇവിടെ എക്സ് ആണ് വേരിയബിൾ. വേരിയബിൾ ഏതാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന പോളിനോമിയലിലെ വേരിയബിൾ പി എന്ന വേരിയബിളിലുള്ള പോളിനോമിയൽ 3 - p² + √7p -√7p. ഇത് പി എന്ന വേരിയബിളിലുള്ള പോളിനോമിയലാണ്. ഇതിൻ്റെ ഡിഗ്രി 2 ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ഹയസ്റ്റ് പവർ നോക്കിയാൽ മതി വേരിയബിളിൻ്റെ. പി വി = √3 v⁴ -2/3v + 7. ഇതിൻ്റെ വി എന്ന വേരിയബിളിലുള്ള പോളിനോമിയലാണ്. ഇവിടെ വേരിയബിൾ വി ആണ്. അതിന് വിക്ക് പല വാല്യൂ വരാം. അതാണ് വേരിയബിൾ എന്ന് പറയാനില്ല. ഇവിടെ ഹയസ്റ്റ് പവർ 4 ആണ്. 4 പവറായിട്ടുള്ള പോളിനോമിയലിനെ ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ഇവിടെ QX = √2/5x³ + 1. x³ എക്സിൻ്റെ ഏറ്റവും വലിയ പവർ 3 ആണ്. അങ്ങനെയുള്ള പോളിനോമിയലെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽസ് എന്ന് പറയുന്നു. തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ ക്യൂബിക് പോളിനോമിയൽസ് എന്ന് പറയുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 10ാം ക്ലാസ്സിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ വെക്കേഷൻ ക്ലാസ് വളരെയേറെ പ്രയോജനപ്രദമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. 10th ക്ലാസ്സിലെ ധാരാളം ലോങ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ശ്രീമാസിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.